ഹായ്, എൻ്റെ ഒരു സബ്സ്ക്രൈബർ അറിയിച്ചതിനെ തുടർന്നാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നത്. എൻ്റെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ പ്രേതാനുഭവം ഈ ഉള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ അറിയിച്ചത് കൊണ്ടാണ്. പക്ഷേങ്കിൽ ഈ സ്ഥലത്ത് വന്ന് നിന്നപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാകുന്നുണ്ട്. എൻ്റെ റിയൽ ലൈഫിൽ ആദ്യമായിട്ടാകട്ടോ ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. അതെന്താണെന്ന് നിങ്ങളെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇതുകൊണ്ടോ ഭയങ്കരമായ നിഗൂഢത എന്തോ പോഞ്ഞിരിക്കുന്നത് പോണക്ക് ഭയങ്കര നിശബ്ദമായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞത് ഈ മേഖലയിൽ എങ്ങുമില്ല. ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ വല്ല കഞ്ചാവോ മദ്യം കഴിക്കാനായിട്ടോ അങ്ങനെയുള്ള ആൾക്കാർ, അതും പകൽ സമയങ്ങളിൽ മാത്രമേ അവർ വരത്തുള്ളൂ. അവരും പറയുന്നത് ഇവിടെ വന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അട്ടഹാസങ്ങളും കരച്ചിലും വിളിയും കൂക്കി വിളിയും എല്ലാം കേൾക്കുന്നതാണ്. ചിലപ്പം നമ്മുടെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളും ഇതൊന്നും ചിലപ്പം കണ്ടിട്ടുണ്ടാകത്തില്ല. ഇതാണ് നമ്മൾ പറയുന്നത്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം ഒരു അനുഭവമാണ്. വിശ്വസിക്കാത്തവർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവം വരുമ്പോഴേ അവർ പഠിക്കത്തുള്ളൂ. ഞാൻ പേടിച്ച് അങ്ങോട്ട് പോകുന്നത്. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ 2-3 പേര് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് എടുക്കാനും. എന്നെ വിളിച്ചു പറഞ്ഞ സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, ചേച്ചി വന്നാൽ മതി എന്ന്. അവരും കൂടെയുണ്ട്. പക്ഷേങ്കിൽ അവർ പറഞ്ഞു ക്യാമറയിൽ ഞങ്ങളെ കാണിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവരെ ഒഴിവാക്കി നിർത്തിയേക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മനയായിരുന്നു. ഈ മനയിൽ ഒരു നമ്പൂതിരി ഫാമിലിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയിട്ട് നടക്കാവുന്നതിൻ്റെ പേരിൽ ഇവിടെ കയറി അവർ കൊലപാതകങ്ങളെല്ലാം ഒരു 100 കണക്കിന് ഈ മേഖലയിൽ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രദേശമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഭയങ്കരമായ ഒരു പേടി. ഇത് കണ്ടില്ലേ, പണ്ടത്തെ ഒരു തരം രീതിയിലുള്ള പാളികളും അതിൻ്റെ ഭിത്തികളും ഒക്കെയാണ് ഈ കാണുന്നത്. രാത്രി കാലങ്ങളിലൊന്നും ഇതിലെയൊന്നും ആരും സഞ്ചരിക്കാറില്ല. ചിലപ്പം പറയുന്നതൊക്കെ ഇങ്ങനെ മരത്തേക്കൂടെയൊക്കെ, ഈ പിരിഞ്ഞു കെട്ടി കിടക്കുന്ന മരത്തേക്കൂടെ എല്ലാം ഇങ്ങനെ തൂങ്ങി ആടിപ്പോകുന്നത് പോലെ ഇങ്ങനെ കാണാം. ഭയാനകമായ ശബ്ദങ്ങളും അലർച്ചകളും എല്ലാം ഇവിടെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 5 ആൾ 10 ആൾ പൊക്കത്തിലാണ് ചെതൽപ്പുറ്റ് വളരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെതൽപ്പുറ്റ് നമുക്ക് കാണണമെങ്കിൽ ഇച്ചിരി കൂടെ ഉള്ളിലോട്ട് പോകണം. പക്ഷെ അത് എനിക്ക് പേടിയാണ്. കൂടെയുള്ളവർ പറയുന്നത് ഞങ്ങൾ വരത്തില്ല ചേച്ചി, ഞങ്ങൾക്ക് പേടിയാണ്. ഇങ്ങനെ യാദൃശ്യമായിട്ടൊക്കെ വന്ന് കണ്ടിട്ടുള്ളവർ പേടിച്ചു പോയിട്ട് മാനസികമായിട്ട്, അതായത് ഭ്രാന്തായി പോയവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ഈ പ്രദേശത്തോട്ട് ആരും അടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്കൊന്ന് വരാൻ പറ്റുമോ? എപ്പോഴൊക്കെയോ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് എനിക്കൊന്ന് പോകണം, ഒന്ന് കാണണം. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഇതിപ്പം നട്ടുച്ച സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല, ഒരു 11:45 ആയിട്ടേ ഉള്ളൂ. എന്നിട്ടും ഇവിടെ കണ്ടോ മൂടി കെട്ടി ഇങ്ങനെ അടഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ബ്രാഹ്മൺസ് ഫാമിലി ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. അവരുടെ കുടുംബം അന്യം നിർത്തി ഏതാണ്. അപ്പം ചില സമയങ്ങളിൽ ഒരു ഗർഭിണി സ്ത്രീയെ, ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ടുച്ച സമയത്തൊക്കെ വല്ല ആടോ പശുവോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ നിന്ന നിപ്പിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതുമായിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ടും എല്ലാം അവരുടെ മനയുടെ ബാക്കി ഭാഗങ്ങൾ കാണാം. നമുക്കൊന്ന് പയ്യെ ഒരു കുറച്ച് ഭാഗമൊക്കെ നമ്മൾ കാണിച്ചു തരാവേ. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ നമ്പൂതിരീനെ, ഈ ഫാമിലീനെയൊക്കെ. നിങ്ങൾക്ക് പേടിയുള്ളവരും കാണും, പേടിയില്ലാത്തവരും കാണും. അപ്പം ഈ പറഞ്ഞവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിൻ്റേതായ സ്ഥലത്തിൻ്റെ സ്പോട്ടൊന്നും ഇടാൻ നിൽക്കരുത്. ഒരുപാട് പേര് വന്ന് കയറി കഴിയുമ്പോഴത്തേനും പിന്നെ അത് വലിയ വിഷയമാകും. കാരണം ഈ പ്രദേശം ദുരുപയോഗം ചെയ്യും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ സ്ഥലം പറയുന്നില്ല. പക്ഷേ ഇതുകൊണ്ടോ ഒരു മരത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതുകൊണ്ടോ, ഇതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണിത്. ഇതേലൊക്കെയാണ്, ഈ വള്ളിയിലൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞു പിള്ളേരും വലിയവരൊക്കെ ഇങ്ങനെ ആടി വരയുന്നതും ചിലപ്പം ചില ഓണ സീസണിലൊക്കെ ഊഞ്ഞാലയിലാടുന്നതും ഒക്കെ ആയിട്ട് കാണാമെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ വന്നിട്ട് എന്തോ കാര്യം കേൾക്കോട്ട് വിറയ്ക്കുന്നത് പോലെ ഒരു ഭയാനകമായ പേടി. ഇത് കേട്ടോ, ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. ഞാൻ ഉള്ളിലേക്കൊന്നും എന്തായാലും ഞാൻ കയറുന്നില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. എൻ്റെ കൂടെയുള്ളവരുടെ ഒരു പിൻബലത്തിലാണ് ഞാനിപ്പോൾ ഇവിടം വരെ വന്നേക്കുന്നതിനെ വിറയ്ക്കുന്നു. ഇതുകൊണ്ടോ കെട്ടിടങ്ങളൊക്കെ. നാളെ എന്ത് സംഭവിക്കും, നാളെ ഞാൻ ഇനിയും വീഡിയോ ചെയ്യാനുണ്ടാകുമോ എന്നൊന്നും അറിയില്ല. ഇതുകൊണ്ടോ ഭയങ്കര കെട്ടിടങ്ങളും, നമുക്ക് പറയാൻ പറ്റുന്നത് അത്രയ്ക്കൊരു ടെൻഷനും ഒരു പേടിയൊക്കെ എനിക്ക്. ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകതയൊന്ന് കണ്ടു നോക്കിക്കേ. ഇതുകൊണ്ട് ഇതെന്നതാന്ന് ഈ മരങ്ങളാ. എൻ്റെ ദൈവമേ, എൻ്റെ ഭഗവാനെ,
ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ അമ്മച്ചിയുള്ള ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണാനും ഇങ്ങനെയൊക്കെ വീഡിയോ പിടിക്കാനും ഒക്കെ പോകുന്നതെന്ന് അറിഞ്ഞാണ്ടല്ലോ, അമ്മച്ചി തന്നെ ഇല്ലാത്ത വഴക്കും പറഞ്ഞേനെ, എനിക്കിട്ട് നല്ല പെടയും വെച്ച് തന്നേനെ. ഇതുകൊണ്ടോ നിങ്ങൾ ആരും ഞാനിത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ഥലം ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതേണ്ട ഈ നാട്ടിലെ അഭിപ്രായം മാനിച്ച് ഞാൻ നിങ്ങൾ ഇവിടം വരെ വന്നെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇതുണ്ടോ വർഷങ്ങളുടെ പഴമേലുള്ള രീതിയിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ എത്രയോ, ഇതൊരു 100-300 വർഷം ഒന്നും അല്ല, അതിലും മേലെ പഴക്കമുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും. ഇതുണ്ടോ, നമ്മൾ ബാക്കിലേക്കൊന്നും ഞാൻ പോണില്ല എന്നത്. എനിക്ക് ഇങ്ങോട്ട് കയറാൻ തന്നെ ഒരു പേടി, ഒരു ശരീരത്തിനൊരു വിറയലും ഒരു ഭയവും പോലൊക്കെ. അപ്പം ഞാൻ സ്പോട്ട് പറയുന്നില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ, അല്ല ഇതുപോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേത അനുഭവങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റും ചെയ്യണം. അതുപോലെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കോണ്ടാക്റ്റിലോട്ട് എന്നെ ഒന്ന് വിളിക്കുകയും ചെയ്യണം. എനിക്ക് വന്ന് കാണാമല്ലോ. അതുകൊണ്ടാകട്ടോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വാവലിങ്ങനെ വലിയ കടവാവൽ തലകിഴക്കനാമ്പൂട് കിടക്കുന്നതും അതുപോലെ തന്നെ പെരിച്ചാഴിയും ചീവീടിൻ്റെ പല സൈസിലുള്ള ഒച്ചകളും ഞങ്ങളെ കണ്ട ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഈ ട്രാക്കുള പ്രവ്യൂവിൻ്റെ അകത്തൊക്കെയാണ് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ കടവാവൽ ചിറകടിച്ച് ഇങ്ങനെ പറന്നു പോയി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത് അതേ ഇപ്പം നേരിട്ട് കണ്ട അനുഭവം. ഒരു കൂട്ടം കടവാവലുകൾ ഇങ്ങനെ ചിറകടിച്ച് പറന്നുപോയി. അതുപോലെ തന്നെ വലിയ പെരിച്ചാഴി, ചീവീട്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തൊക്കെയാന്ന്. അതോ ഇവിടുന്ന് ഒരു ഭയങ്കരനൊരു കീരിയോ ഇതെല്ലാം കൂടെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഓടിപ്പോയി. ഒരുപാട് സാധനങ്ങൾ. എല്ലാരും ഓടിപ്പോയി. അമ്മേ മടുത്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ളൊരു അനുഭവം കേട്ടോ ഇത്. പക്ഷേങ്കിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യരാകുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ശക്തിയാണ്, മറ്റൊരു പ്രേതമാണെന്ന് എൻ്റെ ഭാഷ ഞാൻ പറയുന്നുള്ളൂ. ഇത് ആരൊക്കെ വിശ്വസിക്കും വിശ്വസിച്ചില്ലേലും കുഴപ്പമില്ല. പക്ഷേ ഇത് എല്ലാവരും വിശ്വസിക്കുന്നവരാ ഭൂരിപക്ഷം. എന്നിട്ട് നാണക്കേട് കൊണ്ടും അല്ലെങ്കിൽ അവൻ അന്ധവിശ്വാസിയാണെന്ന് പറയുന്നത് കൊണ്ടുമാണ് ആരും വിശ്വസിക്കാത്ത. ഇപ്പോൾ ഒരു ഓട്ടോ ഓടി എൻ്റെ പേടിച്ച് വിറച്ചിട്ട് എൻ്റെ മൈക്ക് വരെ ഒരെണ്ണം പോയി. തിരിച്ചിനും തേടാനും തപ്പാനും എടുക്കാനും ഒക്കെ എനിക്ക് പോകാൻ പേടിയാണ്. ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാനിനി ഇറങ്ങി വരുമോയെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുക ചെയ്യുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അങ്ങ് സ്വർഗത്തിലോട്ട് പോകാനായിട്ട് നോക്കണം. അല്ലാതെ ഇതിലേ കിടന്ന് ഇങ്ങനെ അലഞ്ഞു തരുന്ന മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ആരും നിൽക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഉണ്ടായിട്ടുള്ളവർ എന്തായാലും ഞാൻ വീണ്ടും പറയുക, നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി എനിക്ക് നാളെ പനി ഉണ്ടാകുമോ വിറയുണ്ടാകുമോ, ഞാൻ ജീവനോടിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കയ്യും കാലും ശരീരം എല്ലാം വിറയ്ക്കുക. ഞാൻ നിങ്ങളോട് ഇതൊന്നുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം നമുക്ക് വീണ്ടും പിന്നെ ഞാൻ ജീവനോടുണ്ടെങ്കിൽ കാണാം നമുക്ക്.